ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു മൂന്ന് തരം നോമ്പുകാരെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, സാധാരണക്കാരന്റെ നോമ്പ്. രണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നോമ്പ്. മൂന്ന്, തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് പ്രത്യേകമാക്കപ്പെട്ടവരുടെ നോമ്പ്. വയറിനെയും രഹസ്യഭാഗങ്ങളെയും മറ്റും ഇച്ഛകളിൽ നിന്ന് തടഞ്ഞാൽ തന്നെ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടും. രണ്ടാമത്തെ വിഭാഗം ആദ്യത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അഥവാ കേൾവി, കാഴ്ച, സ്പർശം, പാദം, നാവ് തുടങ്ങി ശരീരത്തിലെ അവയവങ്ങൾ മുഴുവനും തെറ്റിൽ നിന്നും മുക്തമായിരിക്കണം. ഈ നിലയിലേക്ക് ഉയരാൻ സാധിക്കണമെങ്കിൽ പൂർണ്ണമായും ഈ മര്യാദകൾ പാലിക്കണം. മൂന്നാമത്തെ വിഭാഗം ഏറ്റവും മഹത്തരമാണ്. ഇത്തരക്കാർക്ക് അവരുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം വരുതിയിലാക്കാൻ സാധിക്കും. ഇത്തരക്കാർ ഇഷ്ടം, ഇച്ഛ, ചിന്ത ഇവയെല്ലാം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ചിന്തയുടെയും പരിധി ലംഘിക്കാതെ ഇവർ സംരക്ഷിക്കും. ഒന്നാമത്തെ ഘട്ടം വിജയിച്ചവർക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഘട്ടവും വിജയിച്ചവർക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനാൽ മൂന്നാമത്തെ ഘട്ടക്കാരെങ്ങനെയാണോ അതുപോലെ ആവാനാണ് നമ്മളും ശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.